students. Welcome to Fundamentals of Investment class. Today's topic again, estimating bond yields part 2. Next method is yield to maturity or YTM. This is the most widely used measure of return on bonds. It may be defined as the compounded rate of return an investor is expected to receive from a bond purchased at current market price and held to maturity. So, YTM or yield to maturity is the rate of return received by an investor who purchased a bond from the secondary market at current market price and he held it till maturity, that is the end of the contract period. So he will be receiving the returns, and the rate of return what he received is known as YTM. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ yield to maturity എന്ന് പറഞ്ഞാൽ ബോണ്ടിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അതായത് ഒരു ബോണ്ട് ഒരു ഇൻവെസ്റ്റർ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യുകയും അതിനുശേഷം അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആകുന്നത് വരെ ആ ബോണ്ട് കയ്യിൽ വെക്കുകയും ചെയ്താൽ ആ ഇൻവെസ്റ്റർക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ റേറ്റിനെയാണ് എന്ത് പറയുന്നത്, yield to maturity. Yield to maturity depends upon the cash outflow for purchasing the bond as well as cash inflow from the bond, namely the future interest payments and the terminal principal payments. So YTM depends on the cash flows, cash outflow. Cash outflow means the purchase price of the bond. Similarly, cash inflow to the investor. ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, ഓരോ വർഷത്തിന്റെ അവസാനം ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടാതെ മെച്യൂരിറ്റി പീരീഡ് എത്തുമ്പോൾ, അതായത് കാലാവധി കഴിയുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കിട്ടും, റിഡംഷൻ എമൗണ്ട് എന്ന് പറയും. അപ്പൊ അത് രണ്ടുമാണ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് പറയുക. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കിട്ടും. എത്ര വർഷമാണ്, ഇപ്പൊ 3 വർഷമാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷത്തിന്റെ അവസാനം അപ്പൊ 3 ഇൻട്രസ്റ്റ് പേയ്മെന്റ് ലഭിക്കും. കൂടാതെ 3ാമത്തെ വർഷത്തിന്റെ അവസാനം ഇൻട്രസ്റ്റിനോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇതെല്ലാമാണ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ YTM ഈ ക്യാഷ് ഫ്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദ റിലേഷൻ ബിറ്റ്വീൻ ക്യാഷ് ഔട്ട്ഫ്ലോ, the cash inflow and the YTM of the bond can be expressed as shown below. So this is the equation for YTM. That is B is equal to sigma T is equal to 1 to T. That means summation from first year till year CT divided by 1 plus Y the whole raised to T plus P divided by 1 plus Y the whole raised to T, where B is equal to current market price of the bond. B എന്ന് പറയുന്നത് current market price ആണ്. Then CT means cash inflow from the bond throughout the holding period. ആ മെച്യൂരിറ്റി ആകുന്നത് വരെ കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, CT എന്ന് പറയുന്നത്. അപ്പൊ അത് എത്ര വർഷമുണ്ടോ അതുകൊണ്ടാണ് ആദ്യത്തെ വർഷം മുതൽ T എന്ന് പറയുന്ന ടെർമിനൽ പീരീഡ് ആകുന്നത് വരെ, മെച്യൂരിറ്റി പീരീഡ് ആകുന്ന വരെയുള്ള ഇൻട്രസ്റ്റ് എമൗണ്ടിന്റെ ടോട്ടലാണ് സമ്മേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിന് ഓരോ പ്രാവശ്യം കിട്ടുന്ന ഈക്വൽ എമൗണ്ട് ആണ്. ആ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, 1 plus Y the whole raised to T കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 plus Y the whole raised to T. ഇവിടെ Y എന്ന് പറയുന്നതാണ് നമ്മുടെ YTM. T എന്ന് പറയുന്നത് 1 മുതൽ എത്ര വർഷമുണ്ടോ അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പ്ലസ്
P divided by 1 plus y the whole raised to t, where P is the principal amount received at the end of the holding period. ആ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ വരുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് അതിനെയാണ് പി ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. y എന്ന് പറയുന്നത് OITM ആണ്. Then t is equal to മെച്യൂരിറ്റി പീരീഡ്. എത്ര വർഷം കൊണ്ടാണ് മെച്യൂർ ആകുന്നത്, ആ മെച്യൂരിറ്റി പീരീഡിനെയാണ് t കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് yield to maturity. The above equation shows OITM is the discount rate that makes present value of cash inflows from the bond equal to the cash outflow for purchasing the bond. അതായത് ഈ ഇക്വേഷൻ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OITM എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് റേറ്റിനുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യാഷ് ഇൻഫ്ലോയെ നമ്മൾ 1+y കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഫ്യൂച്ചറിൽ ലഭിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഇന്നത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിന് തുല്യമാക്കി മാറ്റുകയാണ് ക്യാഷ് ഇൻഫ്ലോയെ. അങ്ങനെ തുല്യമാക്കി മാറ്റുന്ന ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയെ ക്യാഷ് ഔട്ട്ഫ്ലോയ്ക്ക് തുല്യമാക്കി മാറ്റുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് OITM എന്ന് പറയുന്നത്. OITM is the discount rate that makes the present value of cash inflows from the bond equal to the cash outflow for purchasing the bond. Cash outflow എന്ന് പറയുന്നത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇൻവെസ്റ്റർ ആ ബോണ്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇപ്പോൾ സംഭവിക്കുന്ന ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ഈക്വൽ ആക്കി മാറ്റുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് OITM എന്ന് പറയുന്നത്. ത്രൂ എ പ്രോസസ് ഓഫ് ട്രയൽ ആൻഡ് എറർ ദ വാല്യൂ ഓഫ് OITM ക്യാൻ ബി ഡിറ്റർമിൻഡ്. സോ OITM എന്ന് പറയുന്ന ഈ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ നമ്മുടെ പ്രസന്റ് വാല്യൂ ടേബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കുറച്ച് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ ഇൻട്രസ്റ്റ് റേറ്റ് അസ്യൂം ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പം അസ്യൂം ചെയ്യുക, ഒയുടെ വാല്യൂ ഒരു പർട്ടിക്കുലർ റേറ്റ് അസ്യൂം ചെയ്യുക, എന്നിട്ട് ഈ പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്ന ബി എന്ന് പറയുന്ന വാല്യൂ ഈക്വൽ ആവുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ അസ്യൂം ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും OITM എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് വിശദമാക്കാം. So let us discuss an example. Consider a bond of face value ₹1000 and a coupon rate of 15%. The current market price of the bond is ₹900. 5 years remain to maturity and the bond is repaid at par. Calculate OITM. അവിടെ ഫേസ് വാല്യൂ തന്നിട്ടുണ്ട്. ഫേസ് വാല്യൂ ഈസ് ₹1000. കൂപ്പൺ റേറ്റ് തന്നിട്ടുണ്ട് 15% ആണ്. Then current market price of the bond is ₹900. So market price തന്നിട്ടുണ്ട്. അപ്പോൾ now the price is 900. 5 years remain to maturity. So from today the maturity period will be at the end of the 5th year. So 5 years remain for maturity and the bond is repaid at par. എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നെയാണ് റിഡംഷൻ വാല്യൂ ആയിട്ട് തിരിച്ചു കിട്ടുന്നത്. ഇതിന്റെ OITM ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഇക്വേഷനിൽ ഇവിടെ ബി എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട് 900 എന്നാണ്. ദെൻ CT എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. 15% ഇസ് ദ കൂപ്പൺ റേറ്റ്. സോ 1000 into 15/100 അതാണ് 150 ആയിട്ട് വരുന്നത്. ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 15%-ന് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ കിട്ടും ₹150. നെക്സ്റ്റ് P is equal to 1000. That is
റിഡംഷൻ വാല്യൂ തന്നിട്ടുണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് തന്നെ അറ്റ് പാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1000 rupees ആണ്. ആൻഡ് മെച്യൂരിറ്റി പീരീഡ് T is equal to 5. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ എബോവ് വാല്യൂസ് ഇൻ ദ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ബിയുടെ വാല്യൂ 900. സോ 900 is equal to sigma T is equal to 1 to 5. മെച്യൂരിറ്റി പീരീഡ് 5 ആണ്. Then interest amount 150 ആണ്. 150 divided by 1 plus y the whole raised to T plus 1000. That is a principal amount. 1000 divided by 1 plus y whole raised to 5. T എന്ന് പറയുന്നത് 5 ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഈ ആദ്യത്തെ ടേം സമ്മേഷൻ 150 divided by 1 plus y the whole raised to T നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഫസ്റ്റ് ഇയർ ആകുമ്പോൾ എങ്ങനെ എഴുതുക? 150 divided by 1 plus y the whole raised to 1. Second year plus 150 divided by 1 plus y the whole square. Third year 150 divided by 1 plus y the whole cube plus 150 divided by 1 plus y the whole raised to 4 plus 150 divided by 1 plus y the whole raised to 5. അപ്പോൾ അങ്ങനെ ഈ സിഗ്മയുടെ വാല്യൂസ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കാണ്. സം ചെയ്തിട്ടുണ്ട്, ഓരോ വർഷത്തെ എമൗണ്ടിനെ നമ്മൾ സം ചെയ്തിട്ടുണ്ട്. പ്ലസ് ലാസ്റ്റ് ടൈം ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് 1000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ ദ ഹോൾ റൈസ് ടു 5. അപ്പോൾ ഇവിടെ ഈ 1 പ്ലസ് വൈ ദ ഹോൾ റൈസ് ടു നമ്പർ ഓഫ് ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന എമൗണ്ടിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ എല്ലായിടത്തും 5 വർഷവും നമുക്ക് 150 എന്ന് പറയുന്ന സെയിം എമൗണ്ട് ആണ് കിട്ടുന്നത്. സോ 150 ഡിവൈഡഡ് ബൈ 1 plus 1 divided by 1 plus y the whole raised to 1 plus 1 divided by 1 plus y the whole square plus 1 divided by 1 plus y the whole cube plus 1 divided by 1 plus y the whole raised to 4 plus 1 divided by 1 plus y the whole raised to 5 plus 1000 into 1 divided by 1 plus y the whole raised to 5. So by equation ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രസന്റ് വാല്യൂ ടേബിൾ ഉപയോഗിക്കേണ്ട രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതായത് ലെഫ്റ്റ് സൈഡിൽ 900 ആണ് ഇസിക്കൽ ടു 150 ഇൻറ്റു ഈ ഇവിടെ കാണുന്ന ബ്രാക്കറ്റിനുള്ളിലുള്ള ഈ ടേംസിനെ എല്ലാം കൂടി, അതായത് ഇവിടെ ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന ഈക്വൽ എമൗണ്ട് ആണ്. ആ ഈക്വൽ എമൗണ്ടിനെ പ്രസന്റ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒന്നിൽ കൂടുതൽ വർഷങ്ങളിൽ സെയിം എമൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ പ്രസന്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 150 ഇൻറ്റു പ്രസന്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ ഫോർ ഹൗ മെനി ഇയേഴ്സ്? 5 years ആണ് മാക്സിമം വരുന്നത്. 5 years കോമ y പെർസെൻറ്റേജ്. ആ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഈൽഡ് ടു മെച്യൂരിറ്റി ആയിട്ടുള്ള y ആണ്. അതാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്ലസ് 1000 ഈ 1000 ഇൻറ്റു സിംഗിൾ എമൗണ്ടിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം. അതിന് പ്രസന്റ് വാല്യൂ ഫാക്ടർ 5 years y പെർസെൻറ്റേജ് ആണ്. അപ്പോൾ സിംഗിൾ എമൗണ്ടിനെ കൺവേർട്ട് ചെയ്യാൻ പ്രസന്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ എമൗണ്ട് അത് ഈക്വൽ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രസന്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അതിന്റെ പ്രസന്റ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ടേബിളിൽ നോക്കാം. ആദ്യം പ്രസന്റ് വാല്യൂ ഫാക്ടർ കണ്ടുപിടിക്കണം. പ്രസന്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ ടേബിൾ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രസന്റ് വാല്യൂ ഓഫ് ₹1 എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ ഒരു സിംഗിൾ എമൗണ്ടിൻ്റെതാണ് കാണിക്കുക. സെക്കൻഡ് ടേബിൾ നോക്കുക. പ്രസന്റ് വാല്യൂ ഓഫ് ₹1 റിസീവ്ഡ് ആനുവലി ഫോർ n years എന്ന് പറയുന്നത്. റിസീവ്ഡ് ആനുവലി ഓരോ വർഷവും n വർഷത്തേക്ക് സെയിം എമൗണ്ട്. ഇവിടെ ₹1 വെച്ചാണ് കാണുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ 150 ഈ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഈ ടേബിളിൽ നമ്മൾ കാണുന്നതാണ്, ഈ കാണുന്നതൊക്കെയാണ് എന്ത് പറയുന്നത്? പ്രസന്റ് വാല്യൂ ഫാക്ടർ ആനുവിറ്റി. അപ്പോൾ ഈ ആനുവിറ്റി ടേബിൾ എടുക്കുക. നമ്മുടെ 5 വർഷമാണ്, അപ്പോൾ ഇയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5ാമത്തെ വർഷം എന്ന് പറയുന്ന ആ റോയിൽ നോക്കുക. ഇവിടെ നിന്നാണ് നമുക്ക് പ്രസന്റ് വാല്യൂ ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി
മുകളിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. So 150 into present value factor annuity for 5 years y percentage. Y percentage ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്ലസ് 1000 into പ്രസന്റ് വാല്യൂ ഫാക്ടർ 5 years y percentage. അപ്പോൾ ഈ y എത്രയാണെന്നുള്ളത് നമ്മളിനെ അസ്യൂം ചെയ്യാൻ പോവാണ്. അത് അസ്യൂം ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ LHSും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആവുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യാൻ പോകുന്നത്. സോ let us assume y is equal to 20%. എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ 20% എടുത്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരുന്ന കൂപ്പൺ റേറ്റ് 15% ആണെന്ന് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. കൂപ്പൺ റേറ്റ് 15%. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 900 ആണെന്ന് തന്നിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 900, 15% ആണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1000 ആണ്. 1000-നേക്കാളും കറണ്ട് മാർക്കറ്റ് പ്രൈസ് കുറവാണ്. അപ്പോൾ 900 പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് കൂപ്പൺ റേറ്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 15-നേക്കാളും കൂടിയ ഒരു എമൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് ഇവിടെ അസ്യൂം ചെയ്ത കാര്യം. സോ ലെറ്റ് us take 20%. From the tables, find out present value annuity factor as well as present value factor. ഇവിടെ നോക്കാം. ആനുവിറ്റി ഫാക്ടറിന്റെ ടേബിൾ എടുക്കുക. അതായത് ആനുവലി ഫോർ n years എന്നുള്ള ടേബിൾ എടുക്കുക. 5 വർഷത്തെ ഡേറ്റ എടുക്കുക. ഈ റോയിൽ നോക്കുക. 20% എന്ന് പറയുന്നത് ദിസ് കോളം. അപ്പം 5 years 20%. അപ്പോൾ 2.991 അതാണ് പ്രസന്റ് വാല്യൂ ഫാക്ടർ ആനുവിറ്റി ആയിട്ട്, അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 2.991 ആണ്. അപ്പോൾ ഈ വാല്യൂ എടുക്കുക. അതോടൊപ്പം തന്നെ 1000-ന്റെ കൂടെ 1000 എന്ന് പറയുന്ന ഒരു സിംഗിൾ എമൗണ്ടിനെ പ്രസന്റ് വാല്യൂ ആക്കാനായിട്ട് അതിന് പ്രസന്റ് വാല്യൂ ഓഫ് ₹1 എന്ന് പറയുന്ന ടേബിളിൽ നിന്നുള്ള സിംഗിൾ പ്രസന്റ് വാല്യൂ ഫാക്ടർ എടുക്കണം. ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് 5 വർഷത്തിൽ 20%. 5 വർഷം 20% എന്നുള്ള കോളം നോക്കുക. സോ 0.402 ആണ് പ്രസന്റ് വാല്യൂ ഫാക്ടർ ഫോർ 5 years 20%. അപ്പോൾ ഈ രണ്ട് ഫിഗർ നോട്ട് ഡൗൺ ചെയ്യുക. അതിനുശേഷം വീണ്ടും പ്രോബ്ലത്തിലേക്ക് വരിക. So present value factor 2.9906, that is 2.991, and present value factor for the single amount is 0.4019 or 0.402. Substituting the values in the above equation. ആ ഇക്വേഷനിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 900 is equal to 150 into 2.9906 plus 1000 into 0.4019. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 900 ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്, പക്ഷേ റൈറ്റ് സൈഡിൽ 850.49 ആണ് വരുന്നത്. അപ്പോൾ ഈക്വൽ ആയിട്ടില്ല. അതായത് ശരിക്കും 20% ആയിരുന്നു OTM എങ്കിൽ ലെഫ്റ്റ് സൈഡ് 900 ആണ് ആദ്യമേ തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 900 ആകണമായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ OTM എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത ഈ 20% ആകുമായിരുന്നു. പക്ഷെ ഇവിടെ അത് ഈക്വൽ ആയിട്ടില്ല. സിൻസ് ദ വാല്യൂ ഒബ്റ്റെയിൻഡ് ഈസ് ലോവർ ദാൻ ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് 900, എ ലോവർ ഡിസ്കൗണ്ട് റേറ്റ് ഹാസ് ടു ബി ട്രൈഡ്. അപ്പം 20%-നേക്കാളും കുറവായിരിക്കും OTM എന്നുള്ളത് മനസ്സിലായി. കാര്യം OTM എന്ന് പറയുന്നത് അനുസരിച്ച് അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോയുമായിട്ട് ഈക്വൽ ആക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഈക്വൽ ആക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡ് 900 ആകണമായിരുന്നു. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്ത 20%-ൽ 900 ആയിട്ടില്ല. അതിനേക്കാളും കുറവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നോക്കുക, മറ്റൊരു
ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ 20 എടുത്തപ്പോൾ വാല്യൂ കുറഞ്ഞു പോയത് കാരണം അത്രയും ഡിസ്കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് കുറെ കൂടി ലോവർ ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് റേറ്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് എടുക്കേണ്ടത്. സോ ലെറ്റ് us assume y is equal to 18%. y 18% ആണെന്ന് അസ്യൂം ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് തന്നെ ചെയ്യുക. പ്രസന്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ 5 വർഷം 18% നോക്കുക ടേബിളിൽ. അതുപോലെ തന്നെ പ്രസന്റ് വാല്യൂ ഫാക്ടർ ₹1 എന്ന് പറയുന്ന ടേബിളിൽ പോയിട്ട് അതും നോക്കുക. ആ രണ്ട് വാല്യൂസും നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 900 is equal to 150 into 3.1272 plus 1000 into 0.4371. ഇവിടെ റൈറ്റ് സൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 906.18. അപ്പോൾ 900-നേക്കാളും കൂടിയ ഒരു ഫിഗറാണ്. 900-ന് ഈക്വൽ എമൗണ്ട് അല്ല ഇവിടെയും റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. സോ ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റി. 18% ആയപ്പോൾ 900-നേക്കാൾ കൂടിയ വാല്യൂ വരുന്നു. നേരെ മറിച്ചിട്ട് 20% ആയപ്പോൾ 900-നേക്കാൾ കുറഞ്ഞ ഒരു വാല്യൂ ആണ് വന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അസ്യൂം ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, now the value obtained is higher than the required amount of 900. Hence OITM lies between 18% and 20%. അപ്പോൾ 18%-ന് 20%-ന് ഇടയിലാണ് OITM ഉള്ളതെന്ന് ഈ കാൽക്കുലേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വൽ OITM കണ്ടുപിടിക്കാനായിട്ട് ഇന്റർപൊളേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അത് നോക്കുക. OITM is equal to, അപ്പോൾ നമ്മൾ 18% അസ്യൂം ചെയ്തിരുന്നു, 20% അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറഞ്ഞ പെർസെൻറ്റേജ് എടുക്കുക, അതായത് 18%. സോ OITM is equal to 18% പ്ലസ്, ഇനി ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 18% എടുത്തപ്പോൾ നമ്മുടെ OITM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ RHS എത്രയാണോ കിട്ടിയ ആ വാല്യൂ എടുത്ത് എഴുതുക. സോ 906.18 മൈനസ് യഥാർത്ഥത്തിൽ RHS എത്രയാണ് ആകേണ്ടിയിരുന്നത്, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് ഈക്വൽ ആവേണ്ടതായിരുന്നു, ദാറ്റ് ഇസ് 900. അവൻ 900 ആണ് മൈനസ് ചെയ്യേണ്ടത്. ന്യൂമറേറ്ററിൽ 18% ആയപ്പോഴുള്ള LHS വാല്യൂ മൈനസ് റിക്വേർഡ് RHS വാല്യൂ. 18% ആയപ്പോഴുള്ള RHS വാല്യൂ മൈനസ് റിക്വേർഡ് RHS വാല്യൂ ഡിവൈഡഡ് ബൈ അഗൈൻ 18% ആയപ്പോഴുള്ള RHS വാല്യൂ എടുക്കുക. ഇതാണ് RHS വാല്യൂ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. മൈനസ് 20% ആയപ്പോൾ നമുക്ക് 900-നേക്കാൾ കുറഞ്ഞൊരു വാല്യൂ ആണല്ലോ വന്നത്, ആ വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. 20% അസ്യൂം ചെയ്തപ്പോഴുള്ള വാല്യൂ, ദാറ്റ് ഈസ് 850.49. നോക്കുക, കണ്ടോ? 20% ആയിരുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 850.49. ഈ വാല്യൂ ആണ് ഇവിടെ ഇന്റർപൊളേഷനിൽ നമ്മൾ ഡിനോമിനേറ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 850.49 അത് ഫസ്റ്റ് ബ്രാക്കറ്റ് ആണ്. അതിനുശേഷം അതിനെ മൾട്ടിപ്ലൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്ത രണ്ട് പെർസെൻറ്റേജുകളുടെ ഡിഫറൻസ് ആണ്, അതായത് 20 മൈനസ് 18%. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 18% പ്ലസ് 0.22% എന്ന് വരും. Therefore OITM is equal to 18.22%. ഇതാണ് OITM. സോ OITM കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് വിൽ ബി ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരേ എമൗണ്ട് ഒന്നിൽ കൂടുതൽ വർഷം കിട്ടുന്നത് കൊണ്ട് അവിടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പ്രസന്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ കണ്ടുപിടിക്കണം. അതിന് മറ്റൊരു ടേബിളാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമുക്ക് റിഡംപ്ഷൻ മെച്യൂരിറ്റി പീരീഡിൽ കിട്ടുന്നത്. അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പ്രസന്റ് വാല്യൂ ഫാക്ടറും എടുത്തിട്ട് അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. പക്ഷേ
എപ്പോഴും OITM എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ അസ്യൂം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വലായി മാറണം. അപ്പോഴാണ് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് OITM ആണെന്ന് അറിയാൻ കഴിയുക. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പർച്ചേസ് പ്രൈസിന് മുകളിലും താഴെയുമുള്ള 2 വാല്യൂസാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ യഥാർത്ഥ OITM കണ്ടുപിടിക്കാനായിട്ട് ഇന്റർപൊളേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. സോ ദിസ് ഈസ് ദ മെത്തേഡ്. നോക്കി വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. എഴുതി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അതിനുശേഷം ഒരു എക്സസൈസ് തന്നിട്ടുണ്ട്. Hope it is clear. Let us conclude today's discussion. Thank you.